പ്രൈവറ്റ് ആയിട്ട് നമ്മൾ മൂന്നുപേരും എവിടെയെങ്കിലും ഇപ്പൊ ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവന്റെ ബർത്ത്ഡേ ഒക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവൻ ആകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കല്ലൊക്കെയാണ് അവന്. എല്ലാവർക്കും നമസ്കാരം. കെ കെ ഫാമിലി പറ്റിയിട്ട് നിങ്ങൾ ഒരു വരിയിൽ കേൾപ്പിയാതെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതുക. ഒരു സമയത്ത് നല്ല ഫാമിലി ആയിരുന്നു. ഇപ്പോഴും ഫാമിലി കുറവൊന്നുമില്ല. കുടുംബണ്ണ കുറേ ഇറക്കും, എന്നാൽ വലിയ കുറവൊന്നുമില്ല. എന്നാലും അമ്മച്ചിയുടെ മാവുങ്കലം വീണ അവസ്ഥയാണ്. വീഴുന്നു കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ ചിതറിക്കഴിഞ്ഞാൽ തോവും. പിന്നെ നമുക്ക് പറക്കെടുക്കാൻ പറ്റില്ല. ഈ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കെ കെ ഫാമിലി പോകുന്ന ആ ഒരു ചടുലമായ വഴികൾ കാണുമ്പോൾ ചില സമയത്ത് ഞാൻ തന്നെ അന്താളിച്ചു. വാവ്, വാട്ട് എ ഫാമിലി. പക്ഷേ റീസെൻ്റ്ലി അവരെയൊക്കെ കുറിച്ചിട്ട് പുറത്ത് വരുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അയ്യേ ഇവരെ കുറിച്ചായിരുന്നു നമ്മൾ അങ്ങനെ വിചാരിച്ചു എന്ന് നമുക്ക് ചില സാഹചര്യങ്ങളിൽ തോന്നും. പ്രത്യേകിച്ച് മാരവാൻസ് കോളേജിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇവർ നടത്തിയിട്ടുള്ള റാഗിങ്ങും ഗുണ്ടായുസ പരിപാടി പോലത്തെ കാര്യങ്ങളെ ഒരു പെൺകുട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്ത് പറഞ്ഞ ആ വോയിസ് കേട്ടപ്പോൾ തന്നെ ഞാൻ കിളി പറഞ്ഞിങ്ങനെ ഇരുന്നത്, ദൈവമേ ഇവളൊക്കെ പഠിച്ച കോളേജിൽ ഞാൻ പഠിക്കാത്ത നന്നായി എന്നുള്ള മൈൻഡിലായി ഞാൻ. ഓക്കെ, അതായത് നിറത്തിൻ്റെ പേരിലടക്കം അവിടെ മറ്റുള്ളവരെ കളിയാക്കും, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് തരമല്ലടി, നമ്മുടെ സ്റ്റാറ്റസിനൊപ്പമുള്ളതല്ലടി നീ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അമ്മാതിരി കോപ്പിലെ സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പുറത്തു വരുന്ന സമയത്ത് ആ ഒരു കളിയാക്കലിലൂടെ ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്നത് എനിക്ക് വെറും പുച്ഛമായി മാറാൻ തുടങ്ങി. ഓക്കെ ഹൻസികെ, നീ ഇതിലൊന്നും പെടല്ല. ആകെ എനിക്കിഷ്ടമുള്ള നിന്നെ വീണ്ടും പറയുക. ഓക്കെ, ആ സ്ഥിതിക്ക് നീ ഇതിലൊന്നും പോയി ചാടരുത്, കുഴിയിൽ ചാടരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബഹുമാനം എന്നല്ല, ആ ഒരു ഒരു എവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമുണ്ട് നമുക്ക്, കെ ഫാമിലി എന്ന് പറയുന്ന സാധനം അതങ്ങ് ഇല്ലാണ്ടായി. ഓക്കെ, അങ്ങനെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കം ഹൻസികയുടെ അന്നത്തെ ഒരു വീഡിയോ ആയിരുന്നു. അതിനുശേഷം ഓരോരുത്തരായിട്ട് പറന്ന് കയറുകയായിരുന്നു. പിന്നെ നമ്മുടെ ദിയ കൃഷ്ണ വന്നിട്ട് പറ്റത്തില്ല, എനിക്ക് എൻ്റെ അമ്മയല്ലാതെ വേറെ ആരെയും അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ കയറിപ്പോയി. പിന്നെ ചടപടാന്ന് പിന്നെ ഇടയ്ക്ക് തൻവി വന്നിട്ടൊരു വീഡിയോ ഇടുന്നു, അതിൻ്റെ പിന്നാലെ ബാക്കി ഫാമിലി മൊത്തം ഏറിപ്പോകുന്നു. ഇപ്പം കേക്ക് എണ്ണൻ മാത്രമാണ് ഇങ്ങനെ എവിടെയൊക്കെ ഒതുങ്ങി പറക്കി ഇങ്ങനെ ആരും കാണാതെ കണ്ണ് കെട്ടാതെ എവിടെയോ കയറി ഒളിച്ചിരിപ്പുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഏറിക്കിടന്ന് പറക്കുവാണ്. എന്നാണ് നിങ്ങളൊക്കെ താഴെ ഇറങ്ങി പഴയതുപോലെ ഒരു ബാക്ക് ടു നോർമൽ ലൈഫിൽ വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കൊരു സമയത്ത് നിങ്ങൾക്ക് നല്ല മാരക സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു ജുവൽസിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളും പിന്നെ അതിനുശേഷമുള്ള പ്രസവ വ്ളോഗും ഇതൊക്കെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടിയ ഒരു സമയമായിരുന്നു. ഓക്കെ, അന്ന് എന്തുകൊണ്ടാണ് അത്രയും സപ്പോർട്ട് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഭാഗത്ത് അന്യായമുള്ളതുകൊണ്ടാണ് ആരും സപ്പോർട്ട് ചെയ്യാത്തത്. അന്ന് സപ്പോർട്ട് കിട്ടിയത് ആർക്കൊക്കെയോ കണ്ണ് കെട്ടി അല്ലെങ്കിൽ ആരെങ്കിലും കൂടോത്തരം ചെയ്തു വെച്ചാണ്. ഓക്കെ, കൂടോത്തരം ചെയ്തു വെച്ചു എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അതില്ല. കാരണം ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫാമിലി മൊത്തം ഇപ്പം കിടന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാൽ കിടന്ന് ചടുലമായി വെട്ടുകയാണ്. ചിലപ്പോൾ ആരെങ്കിലും കൂടോത്തരം ചെയ്താണ്. അങ്ങനെ നമുക്ക് റീസെന്റ് വിഷയത്തിലോട്ടൊക്കെ വരാം. അങ്ങനെ തൻവി അമ്മുമ്മയുടെ കേസ് എക്സ്പോസായി, പിന്നെ സിന്ധു ആൻറ്റി എക്സ്പോസായി. സിന്ധു ആൻറ്റി കാണിക്കുന്ന തറ പരിപാടി നാട്ടുകാർ മൊത്തം അറിഞ്ഞ് സ്വന്തം അമ്മയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചീറാൻ ഇട്ട് കൊടുക്കുന്ന പരിപാടി അതെല്ലാം നാട്ടുകാർ അറിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഓമിയുടെ ബർത്ത്ഡേ. ഈ ഒരു ഫംഗ്ഷന് അശ്വിൻ എന്ന് പറയുന്നവൻ്റെ വീട്ടുകാർ ഇല്ല, അവൻ്റെ അച്ഛനും അമ്മയൊന്നും ആ ഫംഗ്ഷനിലില്ല. എടാ, നിന്റെ സ്വന്തം കൊച്ചിൻ്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷന് നിന്റെ വീട്ടുകാരെ വിളിക്കാത്തത് ആരുടെ പ്രയോഗത്തിൻ്റെ പേരിലായാലും അത് മോശമായിപ്പോയി കേട്ടോ. നിനക്ക് സ്വയമേ തോന്നി നീ വിളിച്ചിട്ടില്ലെങ്കിലും അത് മോശം തന്നെയാണ്. നിന്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം പറയും അതെൻ്റെ പെൺവീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ആൺവീട്ടുകാരനായി നീ വെളിയിറങ്ങി പോകത്തെന്താ, നീ അവിടെ നിന്നത് നിൽക്കാത്തതൊക്കെ കണക്കേണ്. ചുമ്മാ അവിടെ നിന്ന് ശാരികയെ നിന്നെ കാണാൻ താരകം താഴെ വന്നു ഈ സെറ്റപ്പിൽ നീ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് മാത്രമേ അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ അച്ചമ്മ വന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സ്റ്റേജിട്ട് തട്ടിക്കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പോയിരിക്കും, നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു മൂഡിലാണെന്ന് എനിക്കും തോന്നിപ്പോയി. അങ്ങനെ മൊത്തത്തിൽ ഏറിൽ നിന്നും ഏറിലോട്ടാണ് നടക്കുന്നത്. അതിനുശേഷം ഫാമിലി ആ ഒരു വ്ളോഗിന് ശേഷം ദിയ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ ദിയ പറയുന്ന വേറെ കുറേ മണ്ടത്തരങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരമല്ല, അവരുടെയൊക്കെ ആ ഒരു നമ്മളെന്തോ വലിയ സാധനം എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പുറത്തു നിന്ന് സംസാരിക്കുന്ന ഒരു വർത്തമാനത്തിൻ്റെ ഒരു ടാഗ് ലൈനാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. എനിക്ക് ശുദ്ധ ബോറായിട്ടാണ് തോന്നിയത്. കുറച്ച് ഭൂമിയോളം താഴെ ഇറങ്ങി നിൽക്കണം. വേറൊന്നുമല്ല, നിങ്ങൾ ആരുടെയും കാല് പോയി കഴുകി വെള്ളം കുടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ചൊരു ഇതൊക്കെ വേണോടെ. നമുക്കൊരു ലൈഫേ ഉള്ളൂ.
ചില സമയങ്ങളിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ അവസാനം നിങ്ങൾ കിടന്ന് വെപ്രാളടിച്ചിപ്പം വെള്ളം കുടിക്കുന്ന അവസ്ഥയിലാണ്. നമ്മൾ ഭൂമിയോളം ഇറങ്ങി നിന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലാതായിപ്പോൾ, മനുഷ്യപ്പെട്ടില്ലാത്തവരായിപ്പോൾ. ഇപ്പോൾ അശ്വിൻ്റെ വീട്ടുകാർ ആ ഫംഗ്ഷന് അവരെ വിളിച്ച് അവർ വരാതെയൊന്നും ഇരിക്കത്തില്ല. വിളിച്ചെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കമൻറ്റ് ബോക്സിലെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ തമിഴനായ അശ്വിനെ നാട്ടിലോട്ട് തട്ടിക്കൊണ്ടുവന്ന് കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്നതുകൊണ്ട് ഇനി അശ്വിൻ്റെ അമ്മ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോയാലോ എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ സംസാരിക്കുന്നത്. കോമഡിയാണ് കമൻറ്റ് ബോക്സ്. അതായത് തമിഴിനെ മലയാളത്തിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് മലയാളി തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോമഡി കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചിരിക്കാനുള്ള വകുപ്പുമുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മോശമാണ് ആ ഫാമിലിയെ വിളിക്കാത്തത്. അത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിടാതിരിക്കുക. ഇടുമ്പോഴാണ് നാട്ടുകാർ അഭിപ്രായം പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഡെയിലി ഓഡിയൻസ് ഉണ്ട്, ലക്ഷക്കണക്കിന് ഓഡിയൻസ് സ്ഥിരമായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികൾ വെച്ചിട്ടും ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ചെയ്യുന്ന ഉടായ്പകളും തെറ്റിത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവർക്ക് അവർ അയച്ചു തന്നിട്ട് പറയും, കണ്ടോ അതിലെ ഇത് കണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് അവരെ തെറ്റ് പറയുന്നില്ല. അപ്പം അവർക്ക് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞാലും അവരുടെ ആ ഫ്രസ്ട്രേഷൻ തീരാതെ വരുമ്പോൾ നമ്മളെപ്പോലുള്ളവരെ അടുത്തൊന്ന് പറയും. അപ്പം നമ്മൾ ഇതെടുത്തങ്ങ് കണ്ണുണ്ടാക്കാം. അപ്പോൾ അവർക്കൊരു സമാധാനം. ഓക്കെ, അവരെ തെറ്റ് പറയുന്നതല്ല, പക്ഷെ നിങ്ങൾ കാണിക്കുന്ന തൊട്ടിത്തനങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഒരു അരിവെന്ന് തുടങ്ങാൻ തീയ. നീ കൊല്ലത്തൊന്നും നിങ്ങൾ ആരും താഴെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മൂന്നുപേരും എവിടെയെങ്കിലും ഇപ്പൊ ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവന്റെ ബർത്ത്ഡേ ഒക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കലും ഒക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിൽ എടുത്ത് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചത്. ഓക്കെ, ഇവിടെ ദിയ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് വേറെ ആരെയും വിളിക്കാത്തത്, ഒരുപാട് പേര് വരും, കുറേ ഗിഫ്റ്റ് കൊണ്ടുവരും, ഇതെല്ലാം കൂടി അവന് വേണ്ട, അവന് ചട്ടിയും കലമാണ് ആവശ്യം. അത് പിന്നെ കുറേ ചട്ടിയും കലം ഗിഫ്റ്റായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരായിരുന്നു. കുറേ ചട്ടിയും കലവും ഗിഫ്റ്റായിട്ട് എല്ലായിടത്തും പറഞ്ഞാൽ മതി, എൻ്റെ ബേബിക്ക് ചട്ടിയും കലമാണ് ഇഷ്ടം, അതുകൊണ്ട് എല്ലാവരും ചട്ടിയും കലം വേണം ഗിഫ്റ്റ് കൊണ്ടുവരാൻ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോൾ. പ്രശ്നം തീർന്നല്ല. പിന്നെ ഞാനല്ലാണ്ട് എന്ത് പറയാനാ? ഇതൊക്കെ ഒരു ന്യായീകരണോട്. അങ്ങനെയാണ് ആരെയും വിളിക്കാത്തത്. നിങ്ങൾ നാട്ടുകാരെയും വേറെ ആരെയും വിളിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അറ്റ്ലീസ്റ്റ് അശ്വിൻ്റെ ഫാമിലി ഒന്ന് വിളിക്കാമായിരുന്നു. ആ അമ്മയും അച്ഛനും കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ത് നല്ലൊരു ഫ്രെയിമായിരിക്കുമായിരുന്നു അത്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ അവരുടെ മകൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ, അവരുടെ ചെറുകുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അവരില്ലാത്ത ആ ഒരു ഫ്രെയിം എനിക്കെന്തോ പൂർണ്ണതായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഫാമിലി മാത്രം നിൽക്കുന്നു, നിങ്ങൾ 3-4 സഹോദരികളും നിങ്ങളുടെ അച്ഛനും അമ്മയും പിന്നെ കൈതട്ടി അവൻ നിൽക്കുന്നു. ആ ഫ്രെയിം ഒരു കംപ്ലീറ്റ് ഫ്രെയിമല്ല. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ കൊല്ലത്തൊന്നും ഈ ഇടക്കാലത്തൊന്നും താഴെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ് ഇരിപ്പം എനിക്ക്. ഓക്കെ, ബാക്കി ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു OC ടോക്കീസ്. ഒരു ഗ്രാൻഡ് വെൽക്കം ആണ്, കാരണം കുറച്ച് നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട്. ഞാനും അതെ, നിങ്ങൾ ഗ്രാൻഡ് വെൽക്കം അടിച്ച് ഗ്രാൻഡായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണോ എന്താവോ ഈ ഗ്രാൻഡായിട്ട് താഴെ ഇറങ്ങാൻ പോകുന്നത്? കുറച്ച് തിരക്കും ഉപയോഗിച്ചിയുടെ മാർക്കറ്റിങ്ങും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. സോ ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ടേക്ക് എ വ്ളോഗ്. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിനകത്തായാലും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ഷോർട്സിൻ്റെ ഒക്കെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, ദാറ്റ് പ്ലീസ് ലൈക്ക് വ്ളോഗ് ഇട്ട് തുടങ്ങിക്കോളൂ, കുറേ നാളായില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ മലേഷ്യ വന്നിട്ട് എടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. നന്നായി, മലേഷ്യയിൽ വന്നിട്ട് നമുക്കൊരു വ്ളോഗ് എടുക്കാം എന്ന് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ എടുക്കുന്ന വ്ളോഗുകളിലെല്ലാം മണ്ടത്തരം ഒരു കൂടപ്പുറപ്പായിക്കൊണ്ട് നടക്കുകയാണ് ഈ പറയുന്ന ദിയ. ഓക്കെ, നിങ്ങളൊക്കെ എടുത്തു ചാടിയെന്നല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള സാധനങ്ങൾ നിങ്ങളങ്ങ് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യും. നിങ്ങളൊക്കെ എത്രത്തോളം ഉള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ബാക്കി അതുകൊണ്ടാ. അയ്യോ കൊച്ചു രാവിലെ 7 മണിക്ക് ഞാൻ അശ്വിൻ പൂനൂല് മാറ്റിയല്ലോ അവിടെ. അത് കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. അശ്വിൻ പൂനൂലില്ല, ഇവിടെ കൊണ്ടുവന്നിട്ട് അശ്വിനെ പൂനൂല് മാറ്റിച്ച് ദിയ OC അതൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സിലുണ്ട്. അശ്വിൻ പൂനൂലെല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ്. അവൻ കുളിക്കാൻ കയറിയപ്പോൾ പൂനൂല് ഉരിച്ചായിരിക്കും. അതിനിപ്പോൾ വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ ആൾക്കാർ അതുവരെ ശ്രദ്ധിച്ചിരിക്കുന്നത് കമന്റുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഈ കമന്റൊക്കെ കാണുമ്പോഴാണ് ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇവൻ്റെ പൂനൂല് നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ജോലിയൊന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞ ഓർത്തിരിക്കാൻ അവനത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ നമ്മള് ഒരു കാര്യം കൊച്ചിന് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ.
അറ്റ്ലീസ്റ്റ് അശ്വിൻ്റെ പാരൻസിനെ വിളിക്കുക എന്നത് ഒരു മാന്യതയാണ് അല്ലേ. അവർക്കും ഒരു സന്തോഷമാവുമായിരുന്നു വയസ്സാം കാലത്ത്, അവർക്കതൊക്കെ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ തന്നെ ഈ അന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോടുകൂടി അവൻ്റെ ഫാമിലി ദിയക്ക് വലിയ താല്പര്യമില്ലെന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മീനമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് വിളിച്ചുകൊണ്ട് കിടക്കുകയും കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അമ്മയല്ലാണ്ട് ഞാൻ വേറെ ആരെയും അമ്മ എന്ന് വിളിക്കത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറിയ ദിയെ നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കിടന്ന് മെഴുകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ എൻ്റെ കൊച്ചിന് ഇതൊന്നും ഓർമ്മ കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ആരെയും വിളിക്കാത്തത്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദിയ ഇപ്പോൾ പറഞ്ഞല്ലോ കൊച്ചിന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ആരെയും വിളിക്കാത്തത്. എങ്കിൽ കൊച്ചിന് നിങ്ങൾ ആഘോഷിച്ചതൊക്കെ ഓർമ്മ കാണും? നിങ്ങൾ കേക്ക് കട്ട് ചെയ്തതും നിങ്ങളെല്ലാവരും കൂടി കേക്ക് തിന്നതും എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തതും ഇതൊക്കെ കൊച്ചിന് ഓർമ്മ കാണോ വളരുമ്പോൾ? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പറഞ്ഞല്ലോ കൊച്ചിന് ഓർമ്മ കാണത്തില്ല, അതുകൊണ്ടാണ് ആരെയും വിളിക്കാത്തതെന്ന്. ഇതെല്ലാം ഒരു ന്യായീകരണം. അപ്പം നിങ്ങൾ കട്ട് ചെയ്തതൊക്കെ കൊച്ചിന് ഓർമ്മ കാണോ? ഇല്ലല്ലോ. പിന്നെ എന്തിന്? പിന്നെ ആ പൈസയും കൂടി പോക്കറ്റ് വെച്ചുകൊണ്ട് ഉണ്ടായിരുന്നോ? അപ്പോൾ എന്തിന് ബർത്ത്ഡേ ആഘോഷിച്ച്? ഇതെല്ലാം ഒരു ന്യായീകരണമായിട്ടൊന്നും എടുക്കരുത് കേട്ടോ, സീരിയസ്ലി. എന്തുവാടേ കോമഡി തന്നെ. ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് പറയാനായിട്ടാ നമ്മളെല്ലാരും ഡെയിലി ഉച്ചയ്ക്ക് ശേഷം പാർട്ടിയിൽ പൊക്കോണ്ടിരിക്കണം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഇവിടെ ആര് ഡെയിലി പാർട്ടിയിൽ പിടിച്ചോണ്ടിരിക്കുന്നു? ആരും പാർട്ടിയും കോപ്പൊന്നും പോകാണ്ടിരിക്കുന്നത് പറ്റാറില്ല. ഇപ്പൊ ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഏറ്റ പരിപാടി ചെയ്യാൻ അറിയാം, ഏക്കത്തെ പരിപാടി ചെയ്യാൻ അറിഞ്ഞൂടെ, സ്വാഭാവികം. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്കും നമ്മള് എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് ആരെയും വിളിക്കാത്തത്. എല്ലാവരും വന്ന് കഴിച്ചു പോയി. ഇത് വേറൊരു കോമഡി കേട്ടോ. എല്ലാവരെയും വിളിച്ച് ഇതുപോലെ കഴിക്കാനും കൊടുത്ത് തിന്നാനും കൊടുത്ത് ടാറ്റയും പറഞ്ഞ് വിട്ടതിന് ശേഷമാണ് ഇമാതിരി വർത്തമാനം വീഡിയോയിൽ വന്ന് ഇരുന്ന് പറഞ്ഞതെങ്കിൽ ഈ വന്നവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒട്ടം കോമഡികൾ തന്നെ. അതൊക്കെ മാറ്റിവിടും. അപ്പൊ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇത് അവന് താല്പര്യമുണ്ടോ ഇല്ലെന്ന് അവനല്ലേ പറയേണ്ടത്. പിന്നെ അവൻ വന്ന് പറയുമായിരിക്കും, ദിയ പറഞ്ഞ പോലെ തന്നെ എനിക്ക് താല്പര്യമൊന്നുമില്ല, ഇങ്ങനെ പറയത്തുള്ളൂ. അതല്ലെങ്കിലും വെറും ഒരു റബ്ബർ സ്റ്റാമ്പ, ചുമ്മാ വലിച്ചു വിട്ടാ ഞെടി വീരിക്കും, അത്രേ ഉള്ളൂ. കൂടുതൽ തള്ളായിരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി ചെന്നിറങ്ങിയപ്പോ മേ ബി ഇത് അന്ന് അവിടെ വെച്ച് എന്നെ കണ്ടവരിത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഞാൻ 1-2 കമന്റ്സ് കൂടി വായിക്കാം കേട്ടോ. ഐ തിങ്ക് വൈഷ്ണവ് വിത്ത് മോസ്റ്റ് ലക്കി പേഴ്സൺ ഇൻ ദ പ്ലാനറ്റ്, വാട്ട് ആൻ എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് പഴയ എക്സിന്റെ കാര്യമൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. നൈസ് വ്ലോഗ് ദിയ, കീപ് പോസ്റ്റിംഗ്. നല്ലതാണ്. ഞാൻ അവിടെ ചെന്നിറങ്ങി 2-3 പേര് മലയാളികളെ പരിചയപ്പെട്ടു. റാൻഡംലി അവര് സംസാരിച്ചാണ് ഞാൻ. അപ്പൊ അവരെല്ലാം അതവിടെ നിൽക്കട്ടെ, അത് റാൻഡംലി അവിടെ നിൽക്കട്ടെ. അശ്വിൻ പ്ലീസ് ഗീവ്സ് റെസ്പെക്ട് ടു യുവർ ഫാമിലി, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. അതായത് അശ്വിനോടാണ് നാട്ടുകാർ പറയുന്നത്, നിന്റെ അപ്പനും അമ്മയ്ക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കടേ, അവരെയും കൂടി ഉൾപ്പെടുത്തടേ. നിന്റെ അപ്പനും അമ്മയാണ്, നിന്നെ ഉണ്ടാക്കി നിന്നെ വളർത്തിയ നിന്റെ അപ്പനും അമ്മയാണ്, അവരെയും കൂടി ഉൾപ്പെടുത്ത്. അവർക്ക് ഒരു ഇത് കൊടുറേ, ഒരു മതിപ്പ് കൊടുറേ, അത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നാട്ടുകാർ കമന്റ് ചെയ്യുന്ന കണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നിനക്ക് അവരൊന്ന് മൈൻഡ് ചെയ്യും. നീ എന്താ അടിമയാ, അടിമക്കണ്ണനാ, നീ തുറങ്കലടക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ഇരിക്കുക. വല്ല കോൺട്രാക്റ്റ് വല്ലോ സൈൻ ചെയ്തിട്ട് അടിമക്കണ്ണനായിട്ട് നിൽക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്തുവാ ഇതെന്ന്. ചുമ്മാ ഡമ്മി കണക്കിന് റബ്ബർ സ്റ്റാമ്പ് പോലെ അടന്ന് തുള്ളുക. അത് തള്ളാതെ ലക്ഷറി ഓൺ ബൈ ക്ലാസ് ആൻഡ് കൾച്ചർ. കറക്റ്റാ. ദിയയുടെ ബാഗും ക്യാമറയും പിടിക്കാൻ ഒരു പാവം, അതാണ് അശ്വിൻ. അതെ, നാട്ടുകാർക്കൊക്കെ ഭയങ്കര മതിപ്പാട് അശ്വിൻ ഇതിനെ പറ്റിയിട്ട്. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും റെസ്പെക്റ്റും കൊടുക്കാതെ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് അടിമയായിട്ട് ഇരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അച്ചി വീട്ടിലെ പരമശിവൻ, അച്ചി വീട്ടിലെ അശ്വിൻ. ഇതാണ് എനിക്കും കാണാൻ സാധിക്കുന്നത്. അവരാഗ്രഹിച്ച പോലത്തെ ഒരു കറക്റ്റ് പയ്യനെ കിട്ടി. എവിടെ നിന്ന് സെലക്ട് ചെയ്തത് സൂപ്പർ. എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളിവിടെ ചെന്നപ്പോ തന്നെ അവിടെ, അതായത് മെജോറിറ്റി നമ്മൾ കണ്ട മലയാളികളൊക്കെ അതങ്ങനെ ഒരു മണുങ്കാച്ച. അശ്വിനെ നിന്നെ പറ്റിയിട്ടൊരു നാട്ടുകാർ പറയുന്നത് അത് അങ്ങനെ ഒരു മണങ്കാച്ച. ഇതൊക്കെ ട്രാവൽ ഏജൻസിയുടെ പ്രൊമോഷൻ വീഡിയോ. കഴിഞ്ഞ വ്ളോഗിൽ നെഗറ്റീവ് കമന്റ്സ് ഫുള്ള് ഡിലീറ്റ് ആക്കിയില്ലേ, അതിന് 579 ലൈക്ക്. നെഗറ്റീവ് ഡിലീറ്റ് ആക്കിയവർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ഇല്ലാതായി.
മോസ്റ്റ് ഓഫ് ദ നെഗറ്റീവ് കമന്റ്സ് വിൽ ബി ഡിലീറ്റഡ് സൂൺ. ഓക്കെ. വിദേശ യാത്ര കുറയ്ക്കണം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രധാനിയുടെ മകൾ നിങ്ങൾക്ക് എന്തുമാകാം, വിദേശ യാത്രകൾ നടത്താമല്ലേ? അതേ, നടത്താമല്ലോ. എന്തായാലും ഇവരൊക്കെ പറച്ചിലായിട്ട് കഴിഞ്ഞാൽ മറ്റേ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ പ്രധാനമന്ത്രി വരുമായിരുന്നത് പോലെയാണ് പറയുന്നത്. പിന്നെ പ്രധാനമന്ത്രിയായിട്ടൊക്കെ പിടിപാടുണ്ട്, കാരണം അങ്ങൊക്കെ പോയി ഫോട്ടോ എടുത്ത ടീംസ് അല്ല, അത്രയും ഭയങ്കര സെറ്റപ്പാണ്. ഇത്രയൊക്കെ ആയിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. അങ്ങനെ ആൾക്കാരുണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ കമന്റ് ബോക്സിൽ. നിങ്ങൾ പിള്ളേരെ പിടുത്തക്കാരാണോ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്? അല്ല, കൊച്ചിനെ കൊണ്ടുപോകും തിരിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. കഷ്ടം. അങ്ങനെയും മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. അതായത് കൊച്ചിനെ കൊണ്ടുപോകോ എന്നൊക്കെ ഉള്ള ഡൗട്ടിലിരിക്കുന്നത്. എന്തുവാടേ, ഇവിടെ ആരും കൊച്ചുങ്ങളെ കണ്ടിട്ടില്ലേ, പിള്ളേരെ കണ്ടിട്ടില്ലേ? പിന്നെ വരുന്നവർ ചിലപ്പോൾ കൊച്ചിനെ കയ്യിലെടുക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും, അതായിരിക്കും ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഒരു പ്രത്യേക തരം കുടുംബമാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളും മാത്രം. നല്ലതാ, കാശ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരെ അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ ദിയ? കാരണം അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ നമുക്ക് കാശുണ്ടല്ലോ, അപ്പോൾ നമുക്കിനി ആരുടെ സഹായം വേണ്ടല്ലോ. ആ മൈൻഡ് കൊള്ളാം. മോൾഡീവ്സില് വെഡിങ്ങിനൊക്കെ ഒരു വർഷം മുന്നേ 2023 ഞാൻ പോകുന്നത്. സത്യത്തിൽ ഈ പെണ്ണിന് എന്തോ മാനസിക പ്രശ്നമുണ്ട്. ഈ ലോകത്തിലെ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, അല്ലാതെ നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ല ഏറ്റവും ക്യൂട്ട്. ആ കൊച്ചിനെ അവരെ പറയിപ്പിക്കേണ്ട ഗതികേടിൽ കൊണ്ട് ദിയ വയ്ക്കുന്നു. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ഈ കാണിക്കുന്ന തൊട്ടിത്തനങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. അല്ലാണ്ട് സകലമാന തൊട്ടിത്തനവും വീഡിയോയിലും കാണിച്ച് നാട്ടുകാരെ അഭിപ്രായം പറഞ്ഞാൽ കൊച്ചിനെ അവരെ പറയിപ്പിക്കുന്ന ഗതിയിലോട്ട് പോയി. കൊച്ചിനൊന്നും പറയാതെ, എനിക്കതേ പറയാനുള്ളൂ. കൊച്ചിനൊന്നും പറയില്ല. ആ കൊച്ചെന്തോ ഒഴിച്ച് അതിനൊന്നും പറയില്ല. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ടൈം പോയപ്പോഴേ എനിക്ക് ഇവരുടെ കൂടെ ഉള്ളൊരു കംഫർട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട്. ട്രാവൽ ഏജൻസിയുടെ പ്രൊമോഷൻ നടക്കുക. സത്യത്തിൽ അശ്വിന് എന്താണ് റോൾ നിങ്ങളുടെ ഫാമിലി? അറ്റ്ലീസ്റ്റ് കുറച്ച് റെസ്പെക്റ്റ് അതിന് കൊടുത്ത് യുവർ ഫാമിലി ഈസ് ട്രീറ്റിംഗ് ഹിം ലൈക്ക് എ സ്ലേവ്. സത്യം, അടിമക്കണ്ണൻ. എവിടെ നിന്റെ പൂന്നൂൽ? ഭർത്താവ് ഓണത്ര ഭർത്താവ്, ഉദ്യോഗസ്ഥന് ശമ്പളം, കീപ് ഇറ്റ് അപ്പ്. ഞാൻ വീണ്ടും ദിയ നടക്കുന്നതും സിന്ധു നടക്കുന്നതും ഒരുപോലെ. ഒരുവിധം ഇങ്ങനെ 1-2 ബ്രാൻഡ്സ് എനിക്ക് ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഞാൻ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അവരെ കൂടെ അത് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പിന്നെ അമ്മു ഇവരോട് വർക്ക് ചെയ്തു. ഇവൻ പൂന്നൂലൊക്കെ ഒഴിവാക്കിയോ? ഇതിനേക്കാളും ഭംഗിയുള്ള എത്രയോ മക്കളുണ്ട്, ഇവൾക്ക് മാത്രം ഉള്ളൂ കുഞ്ഞുള്ളത്. ഈ അഹങ്കാരത്തിനൊക്കെ ദൈവം കൊടുത്തോളും. എന്താടേ, ആൾക്കാരെ കൊച്ചിനവരെ പറയേണ്ട സിറ്റുവേഷനിലെത്തി. ദൈവത്തിൻ്റെ കൊച്ചിനൊന്നും പറയാതെ കേട്ടോ. അത് പാവം, അതെന്ത് തെറ്റിയത്. പക്ഷേ ഇവള് സംസാരിക്കുന്നത്, ഇവളുടെ വർത്തമാന ശൈലി, അഹങ്കാരത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴാണ് നാട്ടുകാർ കൊച്ചിനെയും കൂടി പറയുന്നത്. കൊച്ചിനാരും പറയല്ലേ, നിനക്ക് മാത്രമേ കുഞ്ഞുള്ളൂ, മനസ്സിലായിപ്പോയി. എന്തുവാ മൊത്തം കമൻസ് അങ്ങനെയാണല്ലോ. ദിയ ഞാൻ PR ഡ്രിവൺ മൊത്തം ആ ഒരു സെറ്റപ്പാ കമന്റ് ബോക്സ് ഒക്കെ. വെറുതെ ഒരു ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അവരവസരം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. എന്തുവാ കൊച്ചിനെ കൊണ്ടുപോകും? പിള്ളേരെ പിടുത്തക്കാരാണോ നിങ്ങൾ ബർത്ത്ഡേക്ക് വിളിക്കുന്നത്? എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. എന്ത് വർത്താണ്? എടാ, നമ്മളൊക്കെ ഒരുപാട് കൊച്ചുങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ എടുക്കാറില്ല കേട്ടോ. ഞാൻ വേറെ ഒരിടത്തും പോയിട്ട് മക്കളെ എടുക്കാറില്ല. ഞാൻ ഇങ്ങനെ ചെയ്യും, തലേ തളഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കുക, സെക്കൻഡ് എടുക്കാറില്ല. എന്തോ പണ്ടേ ഞാൻ അങ്ങനെ എടുക്കാറില്ല, എടുത്ത് ശീലമില്ല. കൊച്ചുങ്ങളെ എടുക്കാൻ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല. ഞാൻ എടുക്കുന്ന ആട്ടുംകുട്ടി എടുക്കും, പട്ടിക്കുട്ടി എടുക്കും, ചിലപ്പോൾ ഇതൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ കൊച്ചുങ്ങളെ എടുക്കാറില്ല. എടുത്തിട്ടുണ്ട്, ഇല്ലെന്നല്ല, എടുക്കാറില്ല പൊതുവെ. പക്ഷെ നിങ്ങൾ എന്തുവാ പറയുന്നത്? കൊച്ചുങ്ങളെ പിടുത്തക്കാരോ വല്ലതാണോ നിങ്ങൾ ബർത്ത്ഡേക്ക് ക്ഷണിക്കായിരുന്നത്? വന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ എടുത്തോണ്ട് പോകുന്നു പറയാനായിട്ട്. എന്തോന്നല്ലേ ഇതൊക്കെ? നാട്ടിൽ ചുമ്മാ അല്ല നിങ്ങൾ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നത്. എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അതെ, അവൻ ഓർമ്മയില്ലേ? പിന്നെ എന്നാത്തിനാ ഫംഗ്ഷൻ കേക്ക് കട്ട് ചെയ്ത്? അവന് ഓർമ്മ ആണല്ലോ എന്ന് ഓർമ്മ വരുന്ന നാളിൽ ആഘോഷിച്ചാൽ പോരെ. എന്തൊക്കെ മണ്ടത്തരങ്ങളാ പറയുന്നതുണ്ട്. എങ്ങനെയാണോ സാധിക്കുന്നത്? കഷ്ടം. വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു. എന്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്.
അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ അവന്റെ കൂടി നോക്ക് കേട്ടോ ദിയ. ഒരു ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ തള്ളു മതിയാക്ക്. കുഞ്ഞ് കോലാഹലം കൊച്ചിനെ എടുത്തോണ്ട് പോണ് എന്തോന്നില്ല ഇതൊക്കെ. നിങ്ങൾ ആരുവാ? എനിക്കറിയാത്തോണ്ട് ഞാൻ ചോദിക്കും. നിങ്ങളൊക്കെ ആരുവാ? പിള്ളേരെ എടുത്തോണ്ട് പോകാം ആൾക്കാർ വരണമെന്ന്. ബർത്ത്ഡേക്കൊക്കെ വിളിക്കുന്നവർ പിള്ളേരെ എടുത്തക്കാരെ. നിങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ഇടേ കമ്പനി. എനിക്കറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയും പറഞ്ഞ് ഇതെന്തുവാന്ന് തോന്നിപ്പോകുന്നു. ചുമ്മാ അല്ല നാട്ടുകാർ നിങ്ങൾ താഴെ ഇറക്കാത്ത. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഹരമാണ് ഈ ഏറി കയറി കിടക്കുന്നത്. ഈ രേണുസുതിക്ക് ഒരു സമയത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി ഭയങ്കര താല്പര്യമായിരുന്നു. നെഗറ്റീവ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് വിളിച്ചൊരു സമയമുണ്ട്. ഓക്കെ, അതാരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. എടി നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയാൽ നമുക്ക് റീച്ചല്ലേ, കാശുണ്ടാക്കാന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഓക്കെ, അങ്ങനെ അവളൊരു സമയത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഫാമിലി മൊത്തത്തിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വാട്ട് ഈസ് ദ ഉദ്ദേശം ഓഫ് യു ആൻഡ് യുവർ ഫാമിലി? ബർത്ത്ഡേക്ക് വിളിക്കുന്ന ഒരു കൊച്ചിനെ എടുത്തോണ്ട് പോകുമായിരുന്നു. കൊണ്ടുപോകും തീർന്നു. എന്തോന്നടേ ഇത്? ഞാനെന്തോ പറയാ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സ് വല്ലപ്പോഴൊക്കെ ചെയ്യാമെന്ന് നോക്ക്. മണ്ടത്തരങ്ങൾ വിളിച്ചുറങ്ങുന്നു സൂക്ഷിക്കും. അശ്വിനടേ റബ്ബർ സ്റ്റാമ്പിന് അവിടെ കിടക്കാണ്ട് സ്വന്തം അപ്പനും അമ്മയ്ക്ക് ഒരു വാല്യൂ നൽകി. അവർ ഭൂമിയിലുള്ള സമയത്ത് നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടാവണം. അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നാളെ വന്നിട്ടൊന്നും കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഇവരാരും ക്ഷണിച്ചില്ലെങ്കിൽ, ഓക്കെ, ഇവരെ ആരും നിന്റെ ഭാര്യ വീട്ടുകാരും ക്ഷണിച്ചില്ലെന്നെങ്കിലും നിനക്ക് ക്ഷണിക്കാമായിരുന്നു. നീ ക്ഷണിച്ചോ? ഇല്ല. ഓക്കെ, കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. മണ്ടത്തരങ്ങളുടെ രോഷയാത്ര ആയതുകൊണ്ട് ജീവിതം ഞാൻ കൂടുതലൊന്നും പറയുന്നുമില്ല. അറ്റ്ലീസ്റ്റ് നിന്റെ വീട്ടുകാരാണെങ്കിൽ വിളിക്കാമായിരുന്നു. അവർ നിന്നെ പെറ്റു വളർത്തിയവരല്ലേ. ആര് വിളിച്ചില്ലെങ്കിലും നിനക്ക് വിളിക്കാമായിരുന്നു, നിന്റെ അപ്പനും അമ്മയും. അതെങ്ങനെ അച്ചി വീട്ടിലെ പരമശിവമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് പോലെ ഓംബ്ര കേട്ട് നിൽക്കാനല്ലേ അടിയന് കഴിയത്തുള്ളൂ. നല്ലതാണ്. ആയുഷ്മാൻ ഭവ. കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോ ഇടണം. ബൈ.